ആശാൻ കൾച്ചറൽ ഫെസ്റ്റിന്റെ രണ്ടാമത്തെ സംഗമം പാരിപ്പള്ളി കുളമട റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത ചരിത്രകാരൻ പ്രൊഫസർ വി കാർത്തികേയൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കുമാരനാശാന്റെ രണ്ട് കവിതകളുടെ അല്ലെങ്കിൽ രണ്ട് ഖണ്ഡകാവ്യങ്ങളുടെ ശതാബ്ദിയും കൂടിയാണ്. ചണ്ടാല ഭിക്ഷുകയുടെയും അതേപോലെ ദുരവസ്ഥയുടെയും. ഇതങ്ങനെയുള്ള ഒരുപാട് പ്രാധാന്യം ഒത്തുവരുന്ന ഒരു സന്ദർഭത്തിലായതുകൊണ്ട് ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം 1865 എന്ന് പറയുന്നൊരു വർഷം തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രസ്തുത പരിപാടിയിൽ ശ്രീകുമാർ പ്ലാക്കാട് സ്വാഗതം അറിയിച്ചു. തൻ്റെ 51 വയസ്സുവരെയുള്ള ജീവിത കാലഘട്ടത്തിനിടയിൽ ധാരാളം ഖണ്ഡകാവ്യങ്ങളും നാടകവും ലേഖനങ്ങളുമൊക്കെ എഴുതിയ മഹാകവി. നമ്മൾ ആ തരത്തിൽ മാത്രമാണ് മഹാകവിയെ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം വിപ്ലവാത്മകമായ ഒരു പ്രവർത്തന പന്ഥാവിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ മാത്രം പരിചയിച്ചാൽ പോരാ. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ കൂടി വിലയിരുത്തിയാൽ മാത്രമേ കഴിയൂ. വയമ്പ് സാംസ്കാരിക വേദി ചെയർമാൻ VP രാജീവൻ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. ഒരുപാട് തൽപര കക്ഷികൾ ആശാനെ വളഞ്ഞിട്ടാക്രമിച്ചിട്ടുണ്ട്. അതൊന്നും കുമാരനാശാൻ ഒരിക്കലും കൂസിയിട്ടില്ല. കാര്യം കുമാരനാശാൻ്റെ ഇപ്പോൾ ലോകത്ത് ഒരാളൊരു ഐഡിയോളജി സ്വീകരിക്കുകയാണെങ്കിൽ അതേതെങ്കിലും തത്വശാസ്ത്രത്തെയോ ഒക്കെ ആഴത്തിൽ പഠിച്ചിട്ടായിരിക്കും ഐഡിയോളജികൾ സ്വീകരിച്ച് വരാറുള്ളത്. എന്നാൽ കുമാരനാശാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ലോകത്താദ്യമായി ഒരു മനുഷ്യനെ ആശ്രയിച്ച് ഒരു ഐഡിയോളജി ഉണ്ടാക്കി അതിൽ വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ് കുമാരനാശാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഗുരു എന്ത് മനസ്സിൽ കാണുന്നോ അത് അതേപടി നടപ്പിലാക്കി കൊടുക്കുന്ന ആളായിരുന്നു കുമാരനാശാൻ. ആശാൻ, കവി, കാലം, കവിത എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രമുഖ പ്രഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ M. സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി. കവിതയെന്ന് പറഞ്ഞാൽ പുരാണ ഇതിഹാസങ്ങളുടെ ഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങളുടെ ഒരു സവിശേഷാവിഷ്കാരം എന്ന നിലയിലോ ശൃംഗാരത്തിൻ്റെ കാവ്യാവിഷ്കാരം എന്ന നിലയിലോ ഒക്കെയാണ് കവിത ഒരു കാലത്ത്, മലയാള കവിത. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണ് കവിത എന്ന പൊതുവായ ഒരു കാവ്യാവബോധത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതിനപ്പുറത്ത് പുതിയൊരു ഭാവുകത്വം ആശാൻ സൃഷ്ടിക്കുന്നത്. അത് ജീവിത ദർശനങ്ങളെ മുൻപോട്ട് വയ്ക്കുന്ന കവിത, സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കവിത, മനുഷ്യരെ തന്നെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന കവിത. ആ പുതിയ മൂല്യബോധത്തെ ആശാൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ആ സാഹിത്യ ലോകത്തെ വീണ്ടും ഓർത്തെടുക്കാനും ചർച്ച ചെയ്യാനും സാധിക്കുന്നതിലൂടെ നമ്മുടെ കാലത്തെ തന്നെ ശരിയായി അഭിമുഖീകരിക്കാൻ, ശരിയായ ദിശയിൽ നയിക്കാൻ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ ധന്യമായ ചടങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഉള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. തുടർന്ന് പ്രശസ്ത നാടകകൃത്ത് ശ്രീ രാജൻ കിഴക്കനേലേക്ക് ജന്മനാടിന്റെ ആദരവ് നൽകി. പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാഗസിൻ എഡിറ്റർ കുമാരി ശ്രീകുട്ടി ചക്രപാണി ശ്രീ രാജൻ കിഴക്കനേലയുടെ ജീവിതരേഖ അവതരണം നടത്തി. 4.5 പതിറ്റാണ്ടിലേറെയായി മലയാളിയുടെ ഉത്സവകാല രാത്രികളിൽ ഈ പേര് മുഴങ്ങുന്നുണ്ട്. പുരാണങ്ങളും ഇതിഹാസങ്ങളും രാഷ്ട്രീയവും സാമൂഹികവുമായ ഉന്നത ചിന്തകളും അടുത്ത ബെല്ലിന് ആരംഭിച്ച നാടകങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നു. ആസ്വാദകന്റെ മനസ്സിൽ നിന്നിറങ്ങിപ്പോകാത്ത ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ, അവർ പങ്കുവച്ച മാനവികതയുടെ, മതേതരത്വത്തിന്റെ, കലർപ്പില്ലാത്ത സ്നേഹ സൗഹൃദങ്ങളുടെയും ഉണർത്തുകൾ. ഏതെങ്കിലും ഒരു നാടകത്തെയോ സിനിമയോ എടുത്തു പറയുമ്പോൾ രാജൻ കിഴക്കനേല എന്ന സാഹിത്യകാരൻ നമ്മുടെ സാംസ്കാരിക ബോധത്തിന്റെ പരിമിതികളെ ഭേദിക്കുന്നു. ഈ നാട്ടിലെ ഒരു ചെറിയ ഗ്രാമം മലയാളിക്ക് സമ്മാനിച്ച സാംസ്കാരിക വസന്തത്തിന്റെ ചുരുക്കപ്പേരാണ് രാജൻ കിഴക്കനേല എന്ന് അഭിമാനിക്കാം. ബഹുമാന്യരായ കാർത്തികേയൻ സാറിൻ്റെയും സ്വരാജിൻ്റെയും മുന്നിൽ വച്ച്
ഈ എളിയവനായ എനിക്ക് നൽകിയ ആദരവ്, എന്നെക്കുറിച്ച് ആ കുട്ടി ശ്രീകുട്ടി വായിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഭൂരിപക്ഷം പേർക്കും അറിയില്ല. എങ്കിലും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചതിനും എന്നെ ആദരിച്ചതിനും എനിക്ക് എന്നുമെന്നും എനിക്ക് വയമ്പിനോട് കടപ്പാടുണ്ട്. ശ്രീമതി ഷീല മധു പ്രണവം ആശാൻ കവിത ആലാപനം നടത്തി. അഴകൂടൻ നഗരത്തിൽ തെക്കുകിഴക്കതുവഴിയൊഴുകും യമുന തൻ്റെ പുളിനം കാൺമോ, ഇളമഞ്ഞ വെയിൽ തട്ടി നിറം മാറി നീലവിണ്ണിൽ തിളങ്ങുന്ന വെൺമുകിലിൻ നിരകണക്കേ. ശ്രീ ശ്രീകുമാർ പ്ലാക്കാടിന്റെ ഞാൻ കുമാരനാശാന്റെ വാസവദത്ത, ബി രാധാകൃഷ്ണന്റെ ഈ ലോകമിനി എന്ത് എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. തുടർന്ന് പ്രശസ്ത എഴുത്തുകാരൻ രാജൻ ഡി മംഗലത്ത് പുസ്തക പരിചയം നടത്തി. ഞാൻ കുമാരനാശാന്റെ വാസവദത്ത എന്ന പുസ്തകം ആശാന്റെ ഏറ്റവും ഒടുവിലായി എഴുതിയ ഖണ്ഡകാവ്യം കരുണ. 1924 കരുണ എഴുതുന്നത്. ആ വർഷം തന്നെ ആശാൻ ദിവംഗതനായി. ആ ഖണ്ഡകാവ്യത്തെ ആസ്പദമാക്കിയുള്ള ഗദ്യത്തിലുള്ള കുട്ടികൾക്ക് കൂടി വായിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ലളിതമായ രചനയിലേക്കുള്ള ആവിഷ്കാരമാണ് ഞാൻ കുമാരനാശാൻ്റെ വാസവദത്ത എന്ന പ്ലാക്കാർഡ് ശ്രീകുമാർ പ്ലാക്കാർഡിൻ്റെ പുസ്തകം. മറ്റൊരു പുസ്തകം വി രാധാകൃഷ്ണൻ്റെ ഈ ലോകം ഇനി എന്ത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വളരെ വലിയൊരു പഠനത്തിന് ശേഷം എഴുതിയൊരു പുസ്തകമാണ് ഈ ലോകം ഇനി എന്ത് എന്നത്. നമ്മുടെ സൂക്ഷ്മ ഊർജ കണികാരൂപത്തിൽ നിന്ന് മഹാവിസ്ഫോടനത്തോടെ പ്രപഞ്ചം ഉണ്ടാകുന്നത് തൊട്ടുള്ള നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രം, മാനവശരാശിയുടെ ഉൽപ്പത്തി തുടങ്ങി ഇന്നേ വരെയുള്ള മനുഷ്യൻ്റെ ചരിത്രം, മനുഷ്യ സമൂഹത്തിൻ്റെ പരിണാമത്തിൻ്റെ ചരിത്രം, മനുഷ്യ സമൂഹത്തിൻ്റെ ശാസ്ത്ര സമസ്യകൾക്കിടയിലെ ആത്മീയതയുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പുതിയൊരു സമൂഹ രൂപീകരണത്തിലെ മാനവികതയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ വിപുലമായി നാളെ ഒരു പുതിയ സമൂഹം, ഒരു മാനവിക സമൂഹം വളർന്നു വരേണ്ടതിൻ്റെ മാനദണ്ഡങ്ങൾ, ഇവയൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ഈ പുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്, തത്വചിന്താപരമായിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു സാമൂഹ്യ വിമർശനമാണ്. ഇങ്ങനെ പലതരം മാനങ്ങളുള്ള ഒരു പുസ്തകമാണ് ശ്രീ വി രാധാകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. ചിത്രകാരൻ ശ്രീ അജിത് SR, ജേർണലിസ്റ്റ് ശ്രീ ഫിർദൌസ് കായൽപ്പുറം, ചിറയൻകീഴ് നോബൽ ഗ്രൂപ്പ്സ് ഓഫ് സ്കൂൾസ് മാനേജർ ശ്രീ P. സുഭാഷ് ചന്ദ്രൻ, സമുദ്ര ഗ്രൂപ്പ്സ് ചെയർമാൻ ശ്രീ റുവൽ സിംഗ് എന്നിവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. ഐക്യദാർഢ്യ സദസ്സ് കൺവീനർ വർണിനാഥ് പരിപാടിക്ക് കൃതജ്ഞത അറിയിച്ചു.